ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ബി ടി സിയിൽ 25-ാം തീയതി ഏപ്രിൽ ഒരു ട്രേഡ് എടുത്തിരുന്നു. അപ്പോൾ ഞാനത് ട്രേഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ഒരു 50 ലൈക്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സെറ്റപ്പ്, അതായത് എങ്ങനെയാണ് ട്രേഡ് കണ്ടെത്തിയത്, ഒരു എൻട്രി പോയിന്റ് എവിടെയായിരുന്നു, ടാർഗറ്റ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തതെന്നുള്ളൊരു SMC ബേസ്ഡ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. അതിൻ്റെ ഒരു റീസൺ പ്രോപ്പറായിട്ട് പറയാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയില്ല, എന്നിരുന്നാലും 27 പീപ്പിൾസ് 27 ആൾക്കാർ അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമുക്ക് കാണാതെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റത്തില്ല. സോ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് ഏകദേശം ഒരു 9 മണി 10 മണി വൈകുന്നേരം ആയപ്പോഴാണ് ആ ഒരു ട്രേഡ് വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിൽ അതിൻ്റെ ഒരു ടൈം സോണും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, റൈറ്റ്. അപ്പം ഞാനത് ട്രേഡ് നോക്കിയെന്ന് പറഞ്ഞൊരു 15 മിനിറ്റ് ചാർട്ടിലായിരുന്നു. മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയി ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തു, റൈറ്റ്. ഇവിടുന്ന് ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയുക, ഞാൻ എപ്പോഴും മാർക്കറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈയും ലോയും എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ, ഇതാ ക്യാൻഡലിൻ്റെ ലോ, റൈറ്റ് ആണ് എൻ്റെ ലോ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലും ഇതും എന്താണ്, അതിൻ്റെ ഇൻസൈഡ് ക്യാൻഡിലാണ്, റൈറ്റ്. ഇൻസൈഡ് ക്യാൻഡിലാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു, താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു, റൈറ്റ്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, എനിക്ക് അടുത്തൊരു ക്യാൻഡിൽ, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും, റൈറ്റ്. നോക്കുക, ഇത് രണ്ടും നമ്മുടെ ഇൻസൈഡ് ക്യാൻഡിൽസ് ആണ്. ഈ ഒരു ക്യാൻഡിൽ ആൾക്കാർ SMCയിൽ കൂടുതലും ആൾക്കാർ ഇതിനെ ഫെയർ വാല്യൂ ക്യാപ്പായിട്ട്, ഒരു മിനിറ്റ്, ഈ ഒരെണ്ണത്തിനെ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. കാരണം രണ്ട് ക്യാൻഡിൽസിനിടക്ക് ഗ്യാപ്പ് വരുന്നതിനാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അതിനെപ്പോഴും ഇത്തിരി കൂടെ ഫിൽട്ടർ ചെയ്തിട്ടേ അതിന് റീഡ് ചെയ്യാറുള്ളൂ, റൈറ്റ്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിഗർ ക്യാൻഡിലിൻ്റെ അകത്താണ് ഈ രണ്ട് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലിൽ ഈ ക്യാൻഡിലിലോ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്തിട്ടില്ല. അതായത് മാർക്കറ്റ് ഈ ക്യാൻഡിൽ അപ്സൈഡിലേക്ക് പോയി ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, താഴത്തെയും ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. അതായത് ഈ ഒരു ക്യാൻഡിലിൽ ബയ്യോ സെല്ലോ ചെയ്തു വെച്ചിരിക്കുന്നവർ SL ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ്, അവരിപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് അവർക്ക് ഇതുവരെയായിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യവും വന്നിട്ടില്ല. അപ്പോൾ ഇൻസൈഡ് ക്യാൻഡിൽ എന്താണ്, പ്രീവിയസ് ക്യാൻഡിലോ ഹൈയോ ലോയിലെയോ ലിക്വിഡിറ്റി എടുക്കാതെ നിൽക്കുകയാണ്. ഇങ്ങനെ എടുക്കാതെ നിൽക്കുമ്പം അകത്ത് വരുന്നൊരു ക്യാൻഡിലിനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത് എപ്പോഴും ഒരു സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അവരൊരു ക്യാൻഡിലിൻ്റെ അകത്ത്, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒതുങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഫെയർ വാല്യൂ ഗ്യാപ്സിന്, ഫെയർ വാല്യൂ ഗ്യാപ്പ് വാലിഡ് അല്ലെന്നല്ല, പക്ഷെ അത്രയും സ്ട്രെങ്ത് കാണത്തില്ല അതിന്, റൈറ്റ്. അപ്പം ഞാൻ ഫെയർ വാല്യൂ ഗ്യാപ്സ് വരക്കുന്നത്, ഓക്കെ, ഇത് ഇൻസൈഡ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഏതാണോ ആ ഒരു മദർ ക്യാൻഡിൽ, ഞാൻ അതിൻ്റെ ലോയും നെക്സ്റ്റ് ക്യാൻഡിലെ ലോയും ഹൈയും ആയിട്ടാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല, മനസ്സിലായോ? ആ ഒരു പാർട്ടിൽ എന്താണ്, അതിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവൈലബിൾ അല്ല. ഇനി മാർക്കറ്റ് ഇവിടെ റിജക്ഷൻ കാണിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇനി താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ വരണം. അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുന്നത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്സിൻ്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ പ്രസൻസ് കൊണ്ടിട്ടാണ് നമ്മൾ അവരുടെ ഒരു സ്ട്രെങ്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടാത്തത്ര നാൾ നമ്മുടെ ഒരു ഫസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഇവിടെ സെല്ലേഴ്സ് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല പ്രോപ്പറായിട്ട്. അത്രയും മാർക്കറ്റിന് ഇവിടുന്ന് ഒറ്റ ഡയറക്ഷനിൽ ഫോളോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ഇല്ല. അത്രയും അഗ്രസീവായിട്ട് സെല്ലേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അനുമാനം ഇവിടുത്തെ, റൈറ്റ്. ഓക്കെ,
സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ചൊന്നുകൂടെ വന്ന് ഈ ഒരു സോൺ ലെവൽ ചെയ്യാൻ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇത് വരച്ചു, ഇതിൻ്റെ ഹൈയും ലോയും വരച്ചു. ഇനി എനിക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, മാർക്കറ്റ് കാണിച്ചു തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു സെയിം പോയിന്റ്, അതായത് ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ വൈറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാർട്ടിൽ ഗ്രീൻ ക്യാൻഡിലായിരിക്കും. ഈ ഒരു ക്യാൻഡിൽ എവിടെയാണോ ക്ലോസ് ആയത് ആ ഒരു പോയിന്റിൽ നിന്നാണ് നെക്സ്റ്റ് ക്യാൻഡിൽ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് ക്യാൻഡിൽ ആ ഒരു പോയിന്റിലാണ്, അതൊരു സെയിം പോയിന്റിൽ വന്നു, മാർക്കറ്റ് ക്ലോസ് ആയി, അവിടുന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായി? ഒരു റിവേഴ്സൽ വന്നു. ഇത് ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. സോ അതിൻ്റെ മുമ്പിലായിട്ട് ഒരു ക്യാൻഡിലിന് നമുക്ക് എന്താണ്? ഒരു റിജക്ഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റെസിസ്റ്റൻസ് ടൈപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലിയർ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം ഇവിടുന്ന് ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിൽ പോയിട്ട് എവിടെയാണോ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ആ ഒരു സെയിം പോയിന്റിൽ നിന്നാണ് സെല്ലേഴ്സിൻ്റെ പ്രഷർ വന്നിരിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മദർ ക്യാൻഡിലിനെ വിട്ടു, മാർക്കറ്റ് താഴത്തേക്ക് വന്നു. അപ്പോൾ എന്താണ്? എനിക്ക് താഴത്തേക്ക്, അതായത് ഡൗൺ സൈഡിലേക്ക് പോകാൻ, വിശ്വസിച്ച് പോകാൻ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എപ്പോഴെങ്കിലും ഒരു ബൈ സൈഡിലേക്ക്, അതായത് ബുള്ളിഷ് സൈഡിലേക്ക് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വീണ്ടും ഈ ഒരു സോൺ പോയി ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയ സമയത്ത് ഇവിടെ എന്താണ്? ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത ക്യാൻഡിലിൻ്റെ അകത്ത് പിന്നെയും എന്താണ്? ഒരു ഇൻസൈഡർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഓക്കെ, മാർക്കറ്റിൽ ഇവിടുന്ന് സെല്ലേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യണം? ഇവിടുന്ന് അഗ്രസീവായിട്ട് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഈസി ആയിട്ട് പോകണം. ഇത് സെല്ലേഴ്സിന് താഴത്തേക്ക് പോകാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് കാണുന്നില്ല. ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഒരു ക്യാൻഡിൽ റെസ്റ്റ് ചെയ്തു, രണ്ടാമത്തെ ക്യാൻഡിൽ റെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ എന്തായിരിക്കണം? അവർക്ക് താഴത്തേക്കാണ് പോകേണ്ടതെങ്കിൽ അഗ്രസീവായിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകണം. അതിന് പകരമായിട്ട് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിൽ ലിക്വിഡിറ്റി എടുക്കാതെ, റൈറ്റ്? ഈ ക്യാൻഡിൽ നോക്കുക, ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല, ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. ഇവരെന്താ കാണിച്ചിരിക്കുന്നത്? ഈ ഒരു ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആയി, റൈറ്റ്? താഴത്തേക്ക് വന്നു, താഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരെ വന്നു. ഈ ഒരു പോയിന്റിലേക്ക് വന്നപ്പോഴത്തേക്ക് കൂടുതലും പ്രൈസ് ആക്ഷൻ പ്രോപ്പറായിട്ട്, അതായത് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സൈക്കോളജി അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടുന്ന് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്ത് താഴത്തേക്ക്. ആ ഷോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന റീറ്റെയിലേഴ്സിനെ ഇവരെന്ത് ചെയ്തു? ട്രാപ്പ് ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിൽ കൊണ്ട് അപ്പ് സൈഡ് ക്ലോസ് ആക്കി, ഗ്രീൻ ക്യാൻഡിലായിട്ട്. അപ്പോൾ താഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്നൊരു പ്രോപ്പറായിട്ടുള്ളൊരു വിക്ക്. അപ്പോൾ നമുക്ക് എന്തായി? ഒരു ക്യാൻഡിലിൻ്റെ വിക്ക് നമുക്ക് കിട്ടി. അതാണല്ലോ ഈ ക്യാൻഡിൽ. അതായത് താഴത്തേക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് താഴത്തേക്ക് ട്രൈ ചെയ്ത സെല്ലേഴ്സിനെ എല്ലാം ഇപ്പം മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളൊരു ക്യാൻഡിലേക്ക് പോകുന്ന സമയത്ത് ക്യാൻഡിലിൻ്റെ ഈ ലോയുടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള ആൾക്കാരെ, റീറ്റെയിലേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട്, സെല്ലേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ട് അവരെ ട്രാപ്പ് ചെയ്ത് നിർത്തിയിരിക്കുക. മനസ്സിലായോ? അപ്പം ഈ ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുത്ത ആൾക്കാരുണ്ടല്ലോ താഴത്തേക്ക്, അവർ എസ് എൽ വെക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സ്വിങ് ആണ്, ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്, ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്. ഇവരിനി വിശ്വസിച്ച് എസ് എൽ വെക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആയിരിക്കും ഇത്. കാരണം ഈ ഒരു ക്യാൻഡിലല്ലേ ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ബാക്കിയെല്ലാം ഇൻസൈഡർ ക്യാൻഡിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് എന്താണ് ഇവിടെയും എസ് എൽ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൂടുതലും ലിക്വിഡിറ്റി, പ്രോപ്പർ ലിക്വിഡിറ്റി ഉള്ളത് മിനിമം എവിടെ ആയിരിക്കും? ഈ ഒരു ഹൈ ക്യാൻഡിലിൻ്റെ ഹൈ പോർഷനിലായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടി. എന്താണ്? ഇവിടുന്ന് ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തു, പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് താഴത്തേക്ക്, അതായത് താഴത്തേക്ക് ഒരു ടാർഗറ്റ് കിട്ടത്തക്ക രീതിയിൽ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കത്തക്ക രീതിയിലുള്ള സെല്ലേഴ്സിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഈ ഒരു ക്യാൻഡിലിൽ കാണുന്നില്ല, റൈറ്റ്? അത് കഴിഞ്ഞ് എന്താണ്? വീണ്ടും താഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാതെ വീണ്ടും മാർക്കറ്റിൽ എന്താണ്? ഒരു ഇൻസൈഡർ ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 2 3 തേർഡ് ക്യാൻഡിൽ എന്താണ് ചെയ്തത്? താഴത്തേക്ക് പോയ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്നു, റൈറ്റ്? ഇനി എൻ്റെ ഒരു അപ്പ് സൈഡിലേക്കുള്ള, കാരണം ഡൗൺ സൈഡിലേക്ക് എനിക്ക് പോകുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, അപ്പ് സൈഡിലേക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഈ ഒരു ക്യാൻഡിലിൻ്റെ
50 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ലോയിലാണ് ട്രാപ്പ് ചെയ്തതെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡർ ക്യാൻഡിൽ ഫോർമേഷൻ്റെ ഒരു ക്യാൻഡിൽ സൈക്കോളജി പ്രകാരം താഴത്തേക്ക് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ലിക്വിഡിറ്റി കിടക്കുന്ന എവിടെയാണ്? ഈ ഹൈ പോയിന്റിൽ, റൈറ്റ്? അപ്പം എനിക്ക് എന്താണ് ഇവിടുന്ന് എൻ്റെ ഒരു ടാർഗറ്റ് പോയിന്റ് സെറ്റായി. ഇതിനിപ്പോൾ എന്തായി? എൻ്റെ ടാർഗറ്റ് സെറ്റായി, റൈറ്റ്? ക്യാൻഡിൽ എനിക്ക് ക്ലോസ് വരുന്നത് ഇവിടെയാണ്, റൈറ്റ്? അപ്പം ഇവിടുന്ന് ഞാൻ അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചാൽ എനിക്ക് എന്താണ് ഈ ഒരു എസ് എല്ലും ഇതാണ് എൻ്റെ ഒരു ടാർഗറ്റും കിട്ടുന്നത്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൻ്റെ ബേസിസിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇത് നോക്കുമ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് കിട്ടുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ ക്യാൻഡിലിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടാർഗറ്റ് എനിക്ക് എടുക്കണം. പക്ഷെ എന്നിരുന്നാൽ ആ ഒരു ടാർഗറ്റ് വരെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് എനിക്ക് സെറ്റ് ചെയ്യണം. സോ എനിക്ക് ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ എസ് എൽ വെക്കാൻ പറ്റത്തില്ല. സോ ഞാനെന്ത് നോക്കും? ഏതെങ്കിലും ഒരു സപ്പോർട്ട് സോണോ ഇല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെയോ ഇല്ലെങ്കിൽ എസ് എം സിയുടെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ്, അതായത് എനിക്കൊരു ചെറിയൊരു എസ് എൽ പോയിന്റിൽ ആ ഒരു ടാർഗറ്റ് പിടിക്കുമ്പം എനിക്കൊരു 1:3 1:4 റിസ്ക് റിവാർഡ് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു ട്രേഡ് സെറ്റപ്പ് നോക്കും. അപ്പം എൻ്റെ ബയസ് എന്തായി? ബയസ് ബുള്ളിഷ് ബയസ് ആണ്. കാരണം ഇവിടെ എന്താണ്? ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് എനിക്ക് കിട്ടി എന്താണ്? ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഹൈ ലിക്വിഡിറ്റി. ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഹൈ ലിക്വിഡിറ്റിയാണ് എൻ്റെ ടാർഗറ്റ്. ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ഇനി എനിക്ക് വേണ്ടത് എൻട്രിയും എസ് എല്ലും. എൻട്രി ആൻഡ് എസ് എൽ ഇതെനിക്ക് റാൻഡം ആയിട്ടുള്ള പ്ലേസിൽ ഇപ്പോൾ എടുക്കാൻ പറ്റത്തില്ല, റൈറ്റ്? അത് എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് എന്താണ്? ഞാനൊരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബയസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻട്രി എടുക്കുന്ന എപ്പോഴും ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ടായിരിക്കും. ക്ലിയർ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? 1 മിനിറ്റിൽ ഒരു മിനിറ്റ് സോറി എൻ്റെ ഒരു എനിക്ക് ആ ലിക്വിഡിറ്റി ഗ്രാബും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഈ ഒരു ക്യാൻഡിലാണ്, റൈറ്റ്? സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു എൻട്രി മൊഡ്യൂൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് വേണം? ലോവർ ടൈം ഫ്രെയിമിലേക്ക് ചെല്ലണം, റൈറ്റ്? ലോവർ ടൈം ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തു. നമുക്ക് ആ ഒരു ട്രേഡ് സെറ്റപ്പ് ഫോം ആയത് ഈ ഒരു പോയിന്റിലാണ്. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം, റൈറ്റ്? മാർക്കറ്റിന് അപ്സൈഡ് ടാർഗറ്റ്, ഇതായത് ഒന്നെങ്കിൽ ആ ഒരു ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ടാർഗറ്റ് ഉണ്ട്, സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടാർഗറ്റാണ്, റൈറ്റ്? ഇത് കഴിഞ്ഞു, ക്യാൻഡിൽ വന്നു, റൈറ്റ്? ഇനി നോക്കേണ്ടത്, ഓക്കെ എനിക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു വ്യൂ ഇല്ല, അപ്പ് സൈഡിലേക്ക് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പ് സൈഡിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന സമയത്ത് ഇത് എനിക്കിപ്പോൾ മായ്ച്ചു കളയല്ലോ, സോറി. അപ്പ് സൈഡിൽ ലിക്വിഡിറ്റി ഗ്രാബ് ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ്? ഇവിടെ നിന്നൊരു പ്രോപ്പറായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? അതായത് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബയ്യേഴ്സ് എന്ത് ചെയ്തു? അഗ്രസീവായിട്ട് അതിനെ പുഷ് ചെയ്തു. ക്ലിയർ ആണോ? അപ്പോൾ എനിക്ക് മിനിമം എന്താണ്? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം, റൈറ്റ്? അപ്പോൾ നമ്മൾ നോക്കുമ്പം എനിക്ക് ഇവിടെ ഒരു MMS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്, റൈറ്റ്? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നോക്കിയതൊക്കെ എനിക്ക് ഈ ഒരു പോയിന്റിലേക്ക് എനിക്ക് ടാപ്പ് വേണം. ഇനി എന്താണ്? ഇവിടെ ചെന്നിട്ട് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന സമയത്ത് അപ്പ് സൈഡിലേക്കുള്ള ഒരു ട്രേഡ് എൻട്രി. ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നോക്കിയത്. ഇതെനിക്ക് എന്താണ്? ആ ഒരു പോയിന്റിൽ എനിക്ക് എൻട്രി കിട്ടിയില്ല. ഞാൻ ട്രേഡ് എടുത്ത സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്, റൈറ്റ്? മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? താഴത്തേക്ക് വന്നു. ഇത് നമ്മുടെ എന്താണ്? അപ്പ് സൈഡിലേക്ക് പോയതാണ്. മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തു? ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്.
ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ക്യാൻഡിലെ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ ഇതെനിക്ക് എന്താണ്, ഇതെനിക്കൊരു സ്വിങ് ആണ്. മാർക്കറ്റ് ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് പോയി താഴത്തേക്ക് വന്നു, അപ്പ് സൈഡിലേക്ക് പോയി താഴത്തേക്ക് വന്നു. സോ എനിക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്, ഇവിടെ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കിത് കിട്ടുന്ന എന്താണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന 1 മിനിറ്റിൽ ഓർഡർ ബ്ലോക്ക് ആണ്. എന്ത് ഓർഡർ ബ്ലോക്ക്? ബിയറിഷ് ഓർഡർ ബ്ലോക്ക്. ക്ലിയർ? മാർക്കറ്റ് അഗ്രസീവായിട്ട് അപ്പ് സൈഡിലേക്ക് വന്നു. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് ഇവിടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന്, അതായത് ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്ന് എനിക്ക് എൻട്രി കിട്ടുക, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടണം, എനിക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് കിട്ടുന്ന സമയത്ത് എനിക്ക് അപ്പ് സൈഡിലേക്കുള്ളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്യുന്നില്ല, ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ്, ട്രേഡ് മിസ്സായി പോയിരിക്കാൻ നമ്മൾ അടുത്തൊരു സെറ്റപ്പ് നോക്കും. ഏതാണ്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിയറിഷ് ഓർഡർ ബ്ലോക്കാണിത്. അപ്പോൾ മാർക്കറ്റിന് അപ്പ് സൈഡിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. വീണ്ടും എന്ത് ചെയ്യണം, ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യണം, താഴത്തേക്ക് പോകണം. റൈറ്റ്? പക്ഷേ മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത്, മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്ക് ഒരു അഗ്രസീവ്നെസ് വരുന്നില്ല. ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു, നെക്സ്റ്റ് ക്യാൻഡിൽ വന്നു. റൈറ്റ്? ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു നേച്ചർ പ്രകാരം ഇവിടുന്ന് അഗ്രസീവാണ് പ്ലെയർ വന്നതെങ്കിൽ 2 ക്യാൻഡിലിനുള്ളിൽ എന്ത് ചെയ്യണം, ഇത് ബ്രേക്ക് ചെയ്യണം ഈ ഒരു പോയിന്റിന്. അതായത് അഗ്രസീവ്നെസ് മാർക്കറ്റിൽ കാണിക്കണം, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരണം. റൈറ്റ്? ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ അതിൻ്റേതായ ഒരു രീതിയിലുള്ള റിയാക്ഷനും ഇല്ല. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഒരു സ്ട്രെങ്തോ ഒന്നും കാണുന്നത്. ടാപ്പ് ചെയ്തു, ഏകദേശം അതിൻ്റെ സെൻറ്ററിൽ ക്ലോസ് ചെയ്തു, അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഇൻഡിസിഷൻ ക്യാൻഡിലാണിത്. റൈറ്റ്? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ബയ്യേഴ്സിൻ്റെ അഗ്രസീവ്നെസ് വന്നിട്ട് അവർ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, ആ ഒരു പോയിന്റിൻ്റെ, അതായത് ആ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കിനെ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇതെനിക്ക് എന്താണ്, ഇതെനിക്കൊരു ബ്രേക്കർ ബ്ലോക്കിൻ്റെ ടൈപ്പ് ഓഫ് ട്രേഡാണ്. ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കിനെ മാർക്കറ്റ് റിവേഴ്സലായിട്ട് ബ്രേക്ക് ചെയ്യാണ്. അപ്പം ഈ ഒരു പോയിന്റ് ഞാനിപ്പോൾ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എൻ്റെ 15 മിനിറ്റ് ക്യാൻഡിൽ പ്രകാരം 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ റീഡ് ചെയ്ത സമയത്ത് എനിക്കൊരു അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് വ്യൂ അവൈലബിൾ ആണ്. അപ്പം എനിക്കൊരു എൻട്രി പോയിന്റ് കണ്ടെത്തണം. അതായത് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ SL ടാപ്പ് ചെയ്യാൻ സാധ്യത കുറവുള്ളൊരു എൻട്രി പോയിന്റ്. റൈറ്റ്? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഈ ഒരു ക്യാൻഡിലിന് എനിക്ക് എന്ത് ചെയ്യാം, വിശ്വസിച്ച് എൻട്രി എടുക്കാം. കാരണം ഞാൻ എന്തൊക്കെ നോക്കി, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ അഗ്രസീവായിട്ടുള്ള പ്ലെയർ വന്നിട്ടുണ്ട്. ആ അഗ്രസീവായിട്ടുള്ള പ്ലെയർ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ വന്നിട്ട് യാതൊരുവിധ ബിയറിഷ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്തും അവിടെ കാണുന്നില്ല. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഈ ബിയറിഷ് ഓർഡർ ബ്ലോക്കിന് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിക്വിഡിറ്റി സോൺ വരെ മാർക്കറ്റിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റിൽ ഒരു രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറും വരുന്നില്ല. സെല്ലിംഗ് പ്രഷർ വരുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എൻട്രി എടുക്കാൻ ഇത്തിരി കൂടെ പ്രോബബിൾ ആയിട്ട്, അതായത് SL ഹിറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ ആണ്. ഇനി SL ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് സെല്ലേഴ്സ് വരുന്നതെങ്കിൽ ഒരു ചെറിയ SLോടെ എനിക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കിയ സമയത്ത് എനിക്ക് എന്താണ്, ആ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഹൈ എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ്. ഇതെനിക്ക് റിസ്ക് റിവാർഡ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1:5 റിസ്ക് റിവാർഡും ഉണ്ട് ഈസി ആയിട്ട്. റൈറ്റ്? അപ്പോൾ ഒരു ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ട, ആദ്യം അതിനൊന്ന് ഓവറോൾ, അതായത് നമ്മുടെ അതിൻ്റെ ഒരു ബയസ് കണ്ടെത്തുക, ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയാലും ഓരോ പർട്ടിക്കുലർ സോണിൽ വന്നിട്ട് ക്യാൻഡിലെ റിയാക്ഷൻ നോക്കിയാലും നിങ്ങൾക്ക് ആ കാര്യം പിടികിട്ടും. അത് ഓവറോൾ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രെൻഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊന്ന് അനലൈസ് ചെയ്യുക. റൈറ്റ്?
അപ്പോൾ ഈ ബ്രേക്കർ ബ്ലോക്കിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ബയേഴ്സ് ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിനെ, അതായത് ബിയറിഷ് ഓർഡർ ബ്ലോക്കിനെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോ സസ്റ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ലോ പ്രൊട്ടക്റ്റഡ് ആവാനുള്ള, അതായത് ഈ ഒരു സ്വിംഗ് ലോ പ്രൊട്ടക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ടാർഗറ്റ് വരെ എനിക്ക് 1:5 എന്നുള്ള റിസ്ക് റിവാർഡും കിട്ടുന്നുണ്ട്. സോ ദിസ് വാസ് ആൻ ഈസി ട്രേഡ്. അപ്പോൾ ഞാനിതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഈസി ആയിട്ട് പറയുമ്പോൾ എല്ലാം ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഒരു ലിക്വിഡിറ്റി സോൺ കണ്ടെത്തി, ഒരു ബയസ് കണ്ടെത്തി, ഇവിടുന്ന് വന്നപ്പോൾ ഒരു 50 മിനിറ്റ്സിൻ്റെ നമുക്കൊരു സെല്ലേഴ്സിൻ്റെ ഒരു വീക്ക്നെസ് കണ്ടെത്തി, നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ്. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത സമയത്ത് ബയേഴ്സ് ഇവിടെ അഗ്രസീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച രീതിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു എൻട്രി നമുക്ക് കിട്ടിയില്ല. ഓക്കെ, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ കിട്ടിയാലും നമുക്കിവിടെ എന്താണ്, ഒരു എസ് ഭയങ്കര വലുതായി പോകും. ആസ് എ ട്രേഡർ നമ്മളെപ്പോഴും എന്താണ്, നമുക്കൊരു ഹയർ റിസ്ക് റിവാർഡ് വേണം, അതോടൊപ്പം തന്നെ നമ്മുടെ എസ് ചെറുതായിരിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് മിസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനിയും അപ്സൈഡിലേക്ക് ടാർഗറ്റ് ബാക്കി കിടപ്പുണ്ട്. ഇവിടെ ഇനിയും മൂവ് ചെയ്യാനുള്ള ഏരിയ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സോണിന്, ഈ ഒരു ടാർഗറ്റ് ഏരിയനെ ഒരു ചെറിയ റിസ്ക് റിവാർഡോടുകൂടി ഒരു പ്രോപ്പർ എൻട്രി സെറ്റപ്പ് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഇത്. ഇപ്പോൾ ഒരു ബ്രേക്കർ ബ്ലോക്ക് കണ്ടെത്തി, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിയറിഷ് ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി, അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലോ SL ആയിട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് എടുത്തു. ക്ലിയർ? ട്രേഡിംഗ് വ്യൂവിലെ ലെവൽസും നമ്മുടെ എന്താണ് XNSലെ ലെവലുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്, സ്പ്രെഡിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അത് ചില സമയത്ത് വരുന്നുണ്ട്, ചില സമയത്ത് അത് മാച്ചപ്പായി പോകുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ട്രേഡിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ. ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നോട്ട്സ് എഴുതുക. നിങ്ങൾക്ക് ഇത് കണക്കുള്ള സെറ്റപ്പ് കാണുമ്പം നമ്മളൊരു ഓർഡർ ബ്ലോക്ക് വരക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് ക്യാൻഡിൽ കാണിക്കുന്ന റിയാക്ഷൻ, അവിടെ വീണ്ടും സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ടോ അതോ സെല്ലേഴ്സ് വീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാറുള്ള SL ഫേക്ക് ബ്രേക്ക് ഔട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ലോസസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ലൈക്ക്. ഓക്കെ, താങ്ക് യു ഓൾ.